രാജ്യത്തിലേക്ക് അഭിമാനത്തോടെ മടങ്ങുകയാണ് നമ്മുടെ മകള്. ഈ കഥ നടക്കുന്ന കാലഘട്ടം ഞാൻ നേരത്തെ പറഞ്ഞ 1958 കാലഘട്ടമാണ്. അതായത് ഈ ബ്രിട്ടീഷുകാർ മടങ്ങിപ്പോയിട്ട് ഒരു 10 കൊല്ലത്തിന് ശേഷം അദ്ദേഹവും ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിൻ്റെ നല്ല പ്രായം മുഴുവൻ അമേരിക്ക എന്ന രാജ്യത്ത് അധ്വാനിക്കുകയായിരുന്നു. ആ കഥകളല്ലേ അദ്ദേഹം മെല്ലെ ഡോക്ടർ മേസനോട് പറയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ചെറുപ്പം കാലത്ത് അദ്ദേഹത്തിന് ഓർമ്മ വയ്ക്കുമ്പോൾ അദ്ദേഹം റഷ്യയിലാണ്. റഷ്യയിൽ വളരെ താഴ്ന്ന കടയിലുള്ള ജോലികൾ ചെയ്തിരുന്ന ആൾക്കാർ, അതായത് ഈ ആശാരിപ്പണി അങ്ങനെയുള്ള ജോലികൾ, വലിയ കൂലികൾ. താഴ്ന്ന കട എന്ന് പറഞ്ഞാൽ ആ ജോലി മോശമായിട്ടല്ല, കൂലി കുറവാണ്, ഇന്നത്തെ കാലമല്ല. അങ്ങനെ ഉണ്ടായിരുന്നവരാണ് ഇവരുടെ പാരൻസ്. അതിനിടയിലാണ് റഷ്യയിലെ സാർ ഭരണം അവസാനിച്ചു. ആ സമയത്ത് പിന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണം തുടങ്ങി. ആ സമയത്ത് അവിടെയുള്ള കുറേ ലഹളകൾ, ഇവർ തമ്മിലുള്ള ലഹളകൾ, അതിൽ ഈ ജൂതന്മാർക്ക് ബന്ധമില്ല, കമ്മ്യൂണിസ്റ്റുകാരും ഈ സാർ ചക്രവർത്തിയുടെ ആൾക്കാരും തമ്മിലുള്ള യുദ്ധങ്ങളും. അതിനിടയിൽ ഇവരവിടെ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ പാരൻസ് അമേരിക്കയിലെത്തി. ഇദ്ദേഹവും അവിടെ ഒരു തുണിക്കമ്പനിയിൽ ചെറിയൊരു ജോലി സ്വീകരിച്ചു. പക്ഷെ ആ ജോലിയോടൊപ്പം അദ്ദേഹം പാർട്ട് ടൈമായിട്ട് പഠിച്ചതിന് ശേഷം നല്ലൊരു ക്വാളിഫിക്കേഷൻ ആയ പിന്നെ ഒരു ഓയിൽ കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഇപ്പം അവിടെ നിന്ന് റിട്ടയർ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റേ പഴയ സ്വപ്നം മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ അപ്പോഴേക്കും അവിടെ അദ്ദേഹത്തിന് കുടുംബമൊക്കെ ആയി. പക്ഷേ ഈയിടെയായിട്ട് അദ്ദേഹത്തിൻ്റെ കുറച്ചു കാലം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. അതോടെ അദ്ദേഹം വീണ്ടും ആലോചിച്ചു, ഇനിയിപ്പം ഞാൻ ഇസ്രായേലിലേക്ക് പോവാം, ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇനി അവിടെ പുതിയൊരു ജീവിതം തുടങ്ങാം അല്ലേ? അദ്ദേഹം ഒന്ന് ചിരിച്ചു. നാളെ എനിക്ക് 69 വയസ്സ് കഴിയണം. അപ്പം ഇനി ഞാൻ പോകുന്നത് ജീവിതം തുടങ്ങാനല്ല, അവിടെ അവസാനിപ്പിക്കാനാണ്. അതാണ് രാജ്യസ്നേഹം. അങ്ങനെ